വെള്ളത്തിൽ വീണതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും, ഞങ്ങളതിനെ പിന്തുണയ്ക്കും. പക്ഷേ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5 കൊല്ലം മുമ്പ് LDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2500 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ്. അത് 4.5 കൊല്ലം 4.25 ഇനിയിപ്പോ എത്ര സമയമുണ്ട്? അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും, മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും. അപ്പൊ ഈ 4.5 കൊല്ലത്തിലധികം കാലം ഇത് ചെയ്തില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ? യഥാർത്ഥത്തിൽ 900 രൂപ വെച്ച് നഷ്ടമായിരിക്കുകയാണ്. 900 രൂപ വെച്ച് കഴിഞ്ഞ ഈ 4.5 കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു 52,000 രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ. അപ്പൊ 2500 രൂപ ആക്കാം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച അധികാരത്തിൽ വന്നിട്ട് 4.5 കൊല്ലം 1 രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. കൂട്ടിയത് നല്ല കാര്യം, 400 എങ്കിൽ 400 കൂട്ടിയത് നല്ല കാര്യം. 5 മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് ഇവർ. 5 മാസം പെൻഷൻ മുടക്കിയ ആളല്ല, കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല, ഒരിക്കലും എതിർക്കില്ല. പക്ഷെ 2500 തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ആ അഞ്ചാമത്തെ കൊല്ലമായപ്പോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് അത് 400 രൂപ കൂട്ടി 2000 ആക്കിയത്. 2500 പ്രഖ്യാപിച്ച് 2500 ആക്കാൻ പാടില്ലേ? ആക്കിയില്ല.